പ്രിയപ്പെട്ടവരെ, മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വീണ്ടും അപകടയാത്ര. എത്ര പറഞ്ഞാലും കേൾക്കൂല. കാറിന്റെ ഇരുവശങ്ങളിലെ ഡോറുകളിൽ ഇരുന്നാണ് യുവാക്കളുടെ അഭ്യാസയാത്ര. ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനുള്ള വാഹനത്തിലായിരുന്നു യാത്ര. ആ ഡോറൊന്ന് തുറന്ന എന്താ സംഭവിക്കാമെന്ന് പ്രേക്ഷകർക്ക് അറിയാമല്ലോ. ഇറച്ചിയിൽ മണ്ണ് പറ്റും എന്ന് നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രയോഗമുണ്ട്. അതാണ് സംഭവിക്കുക. രാഹുൽ സുരേഷ് ഉണ്ട്. രാഹുൽ, പലതവണ ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്യരുത് എന്ന കൃത്യമായിട്ട് മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ്. നല്ല മഞ്ഞൊക്കെയുണ്ട്. അപ്പുറത്ത് വരുന്ന വാഹനം ചിലപ്പോൾ കൃത്യമായ വശത്തൂടി വരണമെന്ന് തന്നെയില്ല. ഒരുപാട് അപകടത്തിന് സാധ്യതയുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും ചെറുപ്പക്കാരിങ്ങനെ കാണിക്കുകയാണ് അല്ലേ? അതെ അരുൺ, ഈ സാഹസിക വിനോദ കേന്ദ്രങ്ങളിൽ റൈഡുകളിലൊക്കെ കയറിയിരുന്ന് പോകുന്ന പോലത്തെ ഒരു മനോഭാവത്തോടെയാണ് ഈ യുവാക്കൾ യാത്ര ചെയ്യുന്നത്. ഇവരുടെ നാട്ടിലൊക്കെ മാന്യമായി സീറ്റ് ബെൽറ്റൊക്കെ ഇട്ട് ഈ സീറ്റിലൊക്കെ ഇരുന്ന് യാത്ര ചെയ്യുന്ന യുവാക്കളായിരിക്കും. പക്ഷെ മൂന്നാറിലെത്തുമ്പോൾ അവരുടെ മനോഭാവത്തിൽ ഒരു മാറ്റം വരും. ഇത്തരത്തിലുള്ള സാഹസിക യാത്രകൾ നടത്താൻ വേണ്ടി അവർ തയ്യാറാകുന്നു എന്നാണ് എടുത്തു വരേണ്ട കാര്യം. ഇന്നലെ വൈകിട്ട് മൂന്നാർ ഗ്യാപ്പ് റോഡിൽ നടന്ന ഒരു യാത്രയുടെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇന്നലെ മൂന്നാറിൽ ഒരു ഷൂട്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ പോയിരുന്നു. അപ്പോൾ നമ്മുടെ വാഹനത്തിന്റെ നേരെ മുന്നിലാണ് ഇത്തരത്തിലൊരു യാത്ര നടക്കുകയും ചെയ്യുന്നത്. ഈ ഗ്യാപ്പ് റോഡിൽ വലിയ തിരക്കുള്ള സമയമാണ്. അരുൺ സൂചിപ്പിച്ച പോലെ തന്നെ രണ്ട് ഭാഗത്തും മഞ്ഞുണ്ട്, റോഡിലും മഞ്ഞുണ്ട്. പെട്ടെന്ന് അടുത്തെത്തിയാൽ മാത്രമായിരിക്കും ഒരുപക്ഷെ വാഹനങ്ങളൊക്കെ കാണാൻ സാധിക്കുക. നേരെ ഈ വാഹനത്തിനോട് ചേർന്ന് വരികയാണെങ്കിൽ ഈ ഡോറിലിരുന്ന ആളുകൾ, ഈ യുവാക്കൾ അപകടത്തിൽപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ കർണാടക രജിസ്റ്ററിലുള്ള വാഹനത്തിന്റെ ബോണറ്റിലും മുകളിലും ഒക്കെ ഇരുന്ന് ആളുകൾ യാത്ര ചെയ്യുന്ന ദൃശ്യങ്ങൾ ഇന്നലെ രാത്രിയും പകലും ഒക്കെ നമ്മൾ സംപ്രേഷണം ചെയ്തതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളും സംപ്രേഷണം ചെയ്യേണ്ടി വരുന്നത്. മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ആന്ധ്രാപ്രദേശ് രജിസ്ട്രേഷനിലുള്ള വാഹനമാണ്. രണ്ട് യുവാക്കളാണ് ഇത്തരത്തിൽ അപകട യാത്ര നടത്തിയിരിക്കുന്നത്. എത്ര കേസെടുത്താലും എത്ര ഫൈൻ ചുമത്തിയാലും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു എന്നാണ് എടുത്തു പറയേണ്ട കാര്യം. അരുൺ, ചെയ്യാൻ പാടില്ലാത്തതാണ്. രാഹുലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളൊക്കെ ഈ ടൂറിസം എന്ന് പറയുന്നത് റെസ്പോൺസിബിൾ ടൂറിസം എന്നതുകൂടിയുണ്ട്. ഡ്രൈവിങ്ങിനകത്ത് റെസ്പോൺസിബിൾ ഡ്രൈവിംഗ് എന്നൊന്നുകൂടിയുണ്ട്. വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്കതിൻ്റെ മഹത്വം മനസ്സിലാവുക. ഇത് മനുഷ്യൻ്റെ അടിസ്ഥാനമായ ശീലങ്ങളിൽ ഒന്നുള്ളതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ യാത്ര ചെയ്യാൻ വലിയ താല്പര്യമുണ്ടെങ്കിൽ ടൂ വീലർ എടുത്ത് യാത്ര ചെയ്യണം. അങ്ങനെയാണെങ്കിൽ കുറച്ച് കാറ്റൊക്കെ ഇടിച്ച് ഫ്രീ ആയിട്ട് ഏറെ കൊണ്ട് പോക്കൂടെ. കാറിനകത്ത് സഞ്ചരിക്കുമ്പോൾ കാറിനകത്ത് സഞ്ചരിക്കേണ്ട രീതിയിൽ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം അഭ്യാസ പ്രകടനങ്ങൾക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഒരു കാരണവശാലും തയ്യാറാകരുത്. തിളച്ചു നിൽക്കുന്ന യൗവനമായിരിക്കാം, പക്ഷേ ഇത് അഭ്യാസത്തിനുള്ള യൗവനമല്ല.